ഹായ്. ഞാനില്ലേ ഡോക്ടർ ക്രോമൻറ്റിന്റെ സ്റ്റോറി കണ്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് ചിക്കൻ ബോക്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഏകദേശം ഒരു വർഷം മുമ്പേ ഈ ഒരു ടൈമിലാണ് എനിക്കും ചിക്കൻ ബോക്സ് വന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ എന്റെ ഫേസ് ഇങ്ങനെയായിരുന്നു. ഞാൻ കാണുന്ന പോലെ എന്റെ ഫേസിലും നെക്കിലൊക്കെയാണ് എനിക്ക് ഒരുപാട് ചിക്കൻ ബോക്സ് വന്നിട്ട് പാടുകളായത്. അപ്പൊ ഞാൻ അതിന് റിലേറ്റഡ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു. ഇന്നും കൂടി ഒരു കുട്ടി ചോദിച്ചു, ചേച്ചി എനിക്ക് ചിക്കൻ ബോക്സ് വന്നിരിക്കുക, ഇതെങ്ങനെ ഈ പാടുകൾ മാറുക, എനിക്ക് ടെൻഷൻ ആവുന്നു എന്നൊക്കെ. അപ്പോ ഞാൻ ജസ്റ്റ് ഇത് പറയാനാണ് വന്നത്. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. എന്റെ ഇങ്ങനെ ഇരുന്ന ഫേസ് ആണ് ഞാനിപ്പം ഇങ്ങനെ ആക്കിയത്. അത് ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല. ഞാനും ഭയങ്കര കൺസേൺഡ് ആയിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഫേസിൽ നല്ല പോലെ പാടുണ്ടാവുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ തന്നെയായിരുന്നു അത് എഫക്ട് ചെയ്യുക. അപ്പൊ തന്നെ ഞാൻ മാറിയ പാടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ അവര് തന്ന 2 പ്രോഡക്ട്സ് ആണ്, ഒരു സൺസ്ക്രീനും ഒരു പാടില് തേക്കാനുള്ള ഒരു മരുന്നും. ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷെ നിങ്ങൾ അത് പോയി വാങ്ങണമെന്നല്ല, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് തന്നെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് അവർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടായിരിക്കും പ്രോഡക്റ്റ് തരിക. അപ്പൊ അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആ പ്രോഡക്ട്സ് ആകെ 2 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ സ്പോട്സ് ഒക്കെ നാച്ചുറലി ഫെയ്ഡ് ആവുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര കൺസേൺ ആയി, അയ്യോ എന്റെ മുഖത്ത് പാട്, അങ്ങനെ ഒരു ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ നാച്ചുറലി എല്ലാം അത് ഫെയ്ഡ് ആയിക്കോളും. എൻ്റെ ഓൾമോസ്റ്റ് ഒരു 6 മാസം കൊണ്ട്, ഞാൻ യൂഷ്വലി സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെയുള്ള എനിക്ക് ഒരു 6 മാസം കൊണ്ട് എൻ്റെ ചിക്കൻ ബോക്സിൽ വന്ന പാടുകളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്ര ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് വെറീഡ് ആയിട്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മുഖത്തുള്ള പാടുകളാണ്, അത് മറിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോ ജസ്റ്റ് ആ ഒരു കാര്യം പറയാൻ വന്നതാണ്. ബൈ.